നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. പ്രതിഭാസമ്പന്നരായ ഒരു ഗായകനെയും ഒരു നർത്തകിയെയാണ് JB ജംഗ്ഷനിൽ അതിഥികളായി കൊണ്ടുവരുന്നത്. കലയിൽ മാത്രമല്ല ജീവിതത്തിലും പങ്കാളികളായ വിധു പ്രതാപും ദീപ്തിയും ഇരുവരെയും നമുക്ക് സന്തോഷത്തോടെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മനസ്സിന്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ, മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ, അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി, അരികത്തിരുന്നൊരു പ്രിയമുള്ള പാട്ടായി പരിഭവം പകരുന്നതാരേ, മഴയുള്ള രാത്രിയിൽ മനസ്സിന്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ. വിധു, ദീപ്തി, ഒരുപാട് കാലമായി നിങ്ങൾ ഇവിടെ കൊണ്ട് ഇരുത്തണം ഞാൻ വിചാരിച്ചിട്ട്. പക്ഷെ നമ്മളെന്നും കാണാറുണ്ടല്ലോ സാർ. ഇവര് കാണുന്നില്ലല്ലോ അത്. സാർ നമ്മുടെ ബോയ് നെക്സ്റ്റ് ഡോർ ആണ്, നമ്മൾ അയൽവാസികളാണ്. ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റില്ല പറഞ്ഞത്. അപ്പൊ ഇവര് എൻ്റെ തൊട്ട അയൽവക്കമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരുപാട് കുരുത്തക്കെട്ടുകൾ എനിക്കറിയാം. അയൽവക്കെന്ന് പറയാൻ പറ്റില്ല, തൊട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വാതിലാണ്. അതുകൊണ്ട് വഴക്കൂടാൻ നേരത്ത് പറയും ബ്രിട്ടാ സാർ കേൾക്കും വാതിലേക്ക്. അതെ, ബ്രിട്ടാ സാർ കേൾക്കുമെന്ന് പറയുന്നതിന് ഇടയ്ക്ക് കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് എന്താ സംഭവിക്കാൻ സൗണ്ട് ഇല്ലെങ്കിൽ മനസ്സിലായി. വരട്ടെ വരട്ടെ. വിധു എന്നോട് മരുമകനല്ല, സണ്ണാണ്. പിന്നീട് ഒരു ലവ് കെയറിങ് ടൈപ്പാണ്. എപ്പോഴും സ്നേഹത്തോടെ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മകനാണെന്ന് വേണം പറയേണ്ടത്. നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ നെയ്ബറിനെ ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോ, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഓക്കെ, ഇതിനുള്ള ഈ ചോദ്യം എന്നോടല്ല, ഈ ചോദ്യം വിധുവിനോട് ചോദിച്ചേക്കുന്നു. അതെ സാർ, നമ്മൾ സാറിനെ വിളിച്ചിട്ടില്ലേ സാർ? ഞാൻ ആരും ഉത്തരം പറയാം. എത്രയോ ദിവസങ്ങൾ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്ന് പറയാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. സാറിന്റെ തിരക്കും കാര്യങ്ങളെ കൊണ്ടാണ്. ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ, വെറുതെ പറയണ. അയ്യോ, സാറിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുമിച്ച് താമസിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വെള്ളിയുടെയും അങ്ങോട്ടുള്ള പൊക്കിന്റെയും. പിന്നെ ഞാൻ വാടക വീടായതുകൊണ്ടാണ് ഞാൻ വിധുവിനെ വിളിക്കാതിരിക്കുന്നത്. എന്താ കാരണം വെച്ചാൽ വാടക വീട്ടിലേക്ക് വിളിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. വിധുവാണ് വളരെ മനോഹരമായി ഇന്റീരിയറൊക്കെ ചെയ്ത്. ഞാൻ വിധുവിനെ അവിടെ ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറി ആ ഇന്റീരിയറൊക്കെ പരിശോധിക്കുകയായിരുന്നു. എന്റെ ചേച്ചി തന്നെയാണ് ഇന്റീരിയർ, എന്റെ ചേച്ചി ഇന്റീരിയർ ഡിസൈനറാണ്. പുള്ളിക്കാരത്തെയാണ് വീട് ഫുൾ ചെയ്തിരിക്കുന്നത്. അതൊക്കെ എനിക്കറിയാം, ആ ട്രേഡ് സീക്രട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ വിളിച്ചില്ല എന്ന് പറയുന്നത്. ഇല്ല, ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ JB ജംഗ്ഷനിലൂടെ മാത്രമല്ല, ആര് വന്നാലും ആ വിധു കൂടിയാണല്ലേ എന്ന് ചോദിച്ച ശേഷം മാത്രമേ എന്റെ വീട്ടിലേക്ക് ആൾക്കാർ കയറാറുള്ളൂ. സാറിന്റെ മകൻ ആനന്ദിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ആനന്ദമായിട്ടാണ് ഞാൻ കമ്പനി വിശേഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം വിധു എന്റെ അയൽവക്കാരനായത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ അതൊന്നും പറയരുതെന്നുള്ളൊരു കോൺട്രാക്റ്റിലാണ് വിധു വന്നിരിക്കുന്നത്. ഒരിക്കലും പറയരുത്. ചില സൂചനകളൊക്കെ ഇടയ്ക്ക് ദീപ്തി പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം ഈ അമ്മായിച്ചനെ എങ്ങനെ വിധു പോക്കറ്റിലാക്കി? ഈ അമ്മായിച്ചനെ പോക്കറ്റിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ കുടുംബത്തിൽ ഏറ്റവും സാത്വികനായ മനുഷ്യൻ, ഏറ്റവും പാവം. അപ്പം ഒരിക്കൽ ഒരു നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മളെല്ലാരും കൂടെ ഇരുന്ന് TV കാണുകയാണ്. അപ്പൊ പപ്പയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും എന്തോ ഈ പറഞ്ഞ പോലെ പപ്പ എന്തോ കാര്യം മറക്കുക, എന്തോ ചെയ്യാനുള്ള എന്തൊരു കാര്യം പറഞ്ഞപ്പോൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, പക്ഷെ മറന്നുപോയി. അപ്പൊ ഇങ്ങനെ ഇവര് സുശീലാമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്, എൻ്റെ മദറിൻലോയെ. അപ്പൊ സുശീലാമ്മ ഇങ്ങനെ പപ്പയുടെ അടുത്ത് പറയുന്നത്, എന്താ പ്രസാദ ചെയ്യാത്ത എന്താ ഇത് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ദീപ്തിയും ദീപയൊക്കെ സൈഡിൽ നിന്ന്, അപ്പൊ ഒരാൾ പപ്പയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു, ഒരാൾ പപ്പയുടെ ഇല്ല പപ്പ മറക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നു, പപ്പ ഇങ്ങനെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടെ TV കാണുന്നു. അപ്പൊ ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചു, ഭയങ്കര ബഹളം തന്നെയല്ലേ ഈ സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ എന്ന് പറഞ്ഞു. ഉടനെ പപ്പ എന്നെ നോക്കിയിട്ട് പറയണം, ഒന്നും മിണ്ടണ്ട, അങ്ങനെ ഇരുന്നുള്ള
അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ വളരെ പുള്ളി എന്തുകൊണ്ടാണ് സാത്വികനായത് മനസ്സിലായി. തീർച്ചയായിട്ടും. അതെ, ഇപ്പം ആരോ പറഞ്ഞു കേട്ട് വിധുവും സാത്വികനായി തുടങ്ങിയത്. താടി വളർത്തുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ ഒരു ആരോപണമാണോ ദീപ്തി? ഇത് ആണോ? ഇല്ല അങ്ങനത്തെ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ദേഷ്യം വന്ന നമ്മള് എല്ലാ വീട്ടിലത്തെയും പോലെ തന്നെ ദേഷ്യം വരുമ്പോ നമ്മൾ വഴക്കൂടും. സ്നേഹം വരുമ്പോ പിന്നെ അത് കൂടിയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാണ് സാർ. ഇടയ്ക്കൊക്കെ സംഘർഷം ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടുന്ന് പാത്രമൊക്കെ പുറത്തേക്ക് വരുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കാറുണ്ട്. പക്ഷെ വന്നു കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വില കൂടി പാത്രങ്ങൾ എടുത്ത് എറിയരുത്. സ്പൂണ് ഫോർക്കൊക്കെ മുതലായ കുഴപ്പമില്ല, അത് അവിടെ എറിഞ്ഞോളൂ, പറയുമ്പോൾ പറഞ്ഞാൽ മതി. അതെ, പക്ഷെ ഇല്ല, വഴക്കൊക്കെ കൂടിയില്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ വഴക്കൊക്കെ കൂടി അതാണ്. അപ്പൊ അതൊക്കെ കൂടാറുണ്ട്. ആ പാട്ട് കച്ചേരി ഇപ്പൊ ഇല്ലല്ലോ, പഴയ പോലെയുള്ള. പണ്ടൊരു ദിവസം രാത്രി മുഴുവൻ ഞാൻ പാട്ട് കേട്ട് കടന്നിരുന്നു. പാട്ട് കച്ചേരി സാർ ഉദ്ദേശിച്ചത്? ഒരുപാട് കുറെ പേര് വന്നിട്ട് കുറെ പിന്നെ ഒരു 4-5 മണി വരെ ഞാൻ കേട്ടു. എനിക്ക് എന്ത് സന്തോഷമായി സാർ. എന്റെ കൂടെയുള്ള കുറച്ച് തലതെറിച്ച പാട്ടുകാരുണ്ട്. ആരൊക്കെയാന്ന് പറഞ്ഞവര് കേൾക്കട്ടെ. നമ്മുടെ വിജയ് യേശുദാസ്, ജോത്സ്ന, അഖില, രാജലക്ഷ്മി, അങ്ങനെ കുറെ പേര് വന്ന് നമ്മുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ എല്ലാരും കൂടെ ഒന്ന് ഒത്തുകൂടി. അപ്പൊ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട്, തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും എന്റെ വീട്ടിലോട്ട് വന്നത്. എല്ലാവരും ഒരു ഷോയിലുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഞാനത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്ത്. എന്താ കാരണം വെച്ചാൽ 1 രൂപ മുടക്കാതെ ഇത്രയും വലിയൊരു ഗാനമേള. അപ്പൊ മൊത്തം അവിടെ പാട്ടും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത്, അപ്പൊ ഞാൻ പറയുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ബ്രിട്ടാസ് സാറാണ്, നീ ഒന്ന് ബഹളം വെക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വെളിയിൽ ഇറങ്ങാൻ നേരത്ത് ഏകദേശം ഒരു 3-4 മണിയെന്തോ ആയി തോന്നുന്നു. 4-4:30 ഒരു കാര്യമില്ലാതെ വിജു ഓടിപ്പോയി ഒരു ബെല്ലടിച്ചിട്ട്, സാറിനൊന്ന് ഉണർത്തിയിട്ട് വരാം, ഒരു ബെല്ലും കൂടെ അടിച്ചിട്ടാണ് വന്നത്. അവനെ പിടിച്ചു വലിച്ചെടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഈവനിങ് ആയിരുന്നു. എല്ലാവരും ട്രിവാൻഡ്രത്ത് ഇതേപോലെ എല്ലാവരും കൂടെ കൂടുന്ന ഷോസ് വരാൻ നേരത്ത് ഞാൻ ഇടയ്ക്ക് അത് പിന്നെ ഇതിനോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അങ്ങനെ വേണം. എന്ന കാരണം നമുക്ക് ഒരു ഹരല്ലേ ഇത്. അപ്പൊ സാർ, അപ്പൊ അടുത്ത നേരത്തെ സാറിനെ കൂടെ വിളിക്കും. സന്തോഷമല്ലേ? അപ്പൊ ഈ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ഉള്ളത് കൊണ്ട് എല്ലാവരും നമ്മുടെ ഫ്ലാറ്റിലോട്ട് വരും. ലാസ്റ്റ് എന്തായാലും എനിക്ക് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഇത്രയും ഒരു എന്താ പറയണ്ടേ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞതില് വരട്ടെ. പാപ്പ മഗ മഗ മ പാപ്പ മഗ മഗ മ പാപ്പ സനി പ മാഗ സ മാമ മാമ മഗ സാസ സാസ ഗ സ നീ നി നീ നി 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 സാസ സ. ഇത് നമ്മൾ രണ്ടും ഒരു അവാർഡ് ഫംഗ്ഷന് പാടിയിട്ടുണ്ട്. രവീന്ദ്ര മാഷ് നമ്മളെ ബാക്ക് സ്റ്റേജിൽ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. എന്ന് വെച്ചാൽ രവീന്ദ്ര മാഷ് ഒരു ഡൈഹാർട്ട് ഫാൻ എന്നല്ല, ഒരു വേർഷിപ്പാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെ ഞങ്ങൾ അതിൽ അത് അങ്ങനെ പാടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പാട്ടൊന്ന് നിനക്ക് പാടാക്കി തന്നായിരുന്നു. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി, ആ പാട്ട് ആരതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ആൾക്കാർക്ക്. എന്റെ നാത്തൂൻ. അതെ, നാത്തൂമ്പൂരൊക്കെ ഉണ്ടാ? എന്റെ അടുത്ത് പോരെടുക്കുമെന്നുള്ളതല്ല, ഇങ്ങോട്ട് കിട്ടണല്ലേ? അതെ. അവര് പറയുന്നത് അവരുടെ തലേന്ന് ഞാൻ എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പ്രീതിയുടെ കയ്യിലാണ് മൊത്തം തന്നിരിക്കുന്നതെന്ന് പറയുന്നു. ശരിയാണ്, ഞാനും ചേച്ചിയും കൂടെ ഒരുപാട് ഗാനമേളകളിലൊക്കെ പണ്ട് കൊച്ചിലെ ആയിരുന്നു പാടുവന്നത്. പിന്നെ പുള്ളിക്കാരിക്ക് കുറച്ച് സ്റ്റേജ് ഫിയർ ഉള്ളത് കൊണ്ടാണ് പുള്ളിക്കാരി പാട്ടിൽ നിന്ന് മാറിയത്. അല്പം മാറി എന്നാൽ ഇപ്പോഴും പാടുന്നുണ്ട്. ചെറിയ സ്കൂളിന്റെ പ്രോഗ്രാംസും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പാടുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ശരിയാണ്. രവീന്ദ്ര മാഷ് ഒരു ഇവന്റിന് വേണ്ടി പാടിയപ്പോൾ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് രവീന്ദ്ര മാഷ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സമയത്ത് സാർ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, മക്കളെ എല്ലാവരെയും മക്കളെ മോനെ എന്നൊക്കെ രവീന്ദ്ര മാഷ് വിളിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞു, മക്കളെ എല്ലാവരും നന്നായിട്ട് പാടി കേട്ടോ, എല്ലാം ഗംഭീരമായിരുന്നു, നിങ്ങളുടെ പാട്ടൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് രവീന്ദ്ര മാഷിന്റെ ഈ ഒരു അംഗീകാരം വലിയൊരു അംഗീകാരമായിരുന്നു നമുക്ക്. അപ്പൊ അതാണ് ചേച്ചി ചേച്ചിക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞേക്കണം. തീർച്ചയായിട്ടും. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ ഇഷ്ടവസന്തടങ്ങളിൽ എത്തിയിണയറയന്നങ്ങൾ. കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു
കൂജന ഗാനമുതിർത്തു. ഇത് വിധുവിന് നല്ല സുഖമുള്ള ഓർമ്മയാണ്, പക്ഷേ ദീപ്തിക്ക് അത്ര സുഖമുള്ള ഓർമ്മയല്ല. അപ്പൊ ദീപ്തിന്റെ ഉത്തരം പറഞ്ഞു. സുഖമുള്ള ഓർമ്മയല്ലാന്ന് സാർ എന്താ ഉദ്ദേശിച്ചത്? കുറെ മണിക്കൂർ അവിടെ ചൂടൊക്കെ വെപ്പിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി 500 രൂപ എടുത്ത് കൊടുത്തിട്ട് വേഗം പോയിക്കോളാൻ പറഞ്ഞു. ഫുൾ വന്നിരിക്കുന്നത് അല്ലേ? കള്ളവും പറയാം. അല്ല, അത് ശരിയാണ് സാർ. ആ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാല് വിധുചേട്ടൻ എന്റെ കോളേജിലില്ല, പാസ് ഔട്ടായി പോയി. എന്റെ ഒരേ കോളേജിലേക്ക് രണ്ടുപേരും പഠിച്ചത്. മാറിവാനീസ് കോളേജിലാണ് ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടില്ല, ഒരേ സമയത്തുണ്ടായിട്ടില്ല. മാറിവാനീസ് കോളേജിൽ പിന്നെ വിധു പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ് പുറകിലായിരുന്നു. അതേ ഒരു ഏറെക്കുറെ ഒരല്ലേ? ഇല്ല, ഞാൻ അപ്പം സ്കൂളിലായിരുന്നു. സ്കൂളിലായിരുന്നു. പിന്നെ അന്ന് ഞാൻ +2 കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ അന്ന് പിന്നെ വിധു കൊടുത്തിരിക്കുന്ന ഒരുപാട് 10-200 പിന്നെ പ്രണയലേഖനങ്ങളിൽ ഒന്നും ദീപ്തി കിട്ടിയിട്ടില്ല. ഇല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു കല്യാണത്തിന് ഞാൻ ഇറങ്ങിയതിന് ശേഷം കല്യാണം കഴിച്ചത് നന്നായി. കാരണം എന്റെ ഹിസ്റ്ററി അറിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ കോളേജില്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടൻ എന്തായിരുന്നു എന്നുള്ളത്, ഞാൻ കോളേജിൽ കയറുമ്പോൾ എൻ്റെ സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സും ആയിട്ടുള്ളവരൊക്കെ വിധുവിന്റെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചവരാണല്ലോ. അപ്പൊ കറക്റ്റ് ആൾ എന്തായിരുന്നു എന്നുള്ള കാര്യം ഒരു പിക്ചറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഒരാൾ വന്നിട്ട് ഇപ്പം വന്ന് എന്തോ പറയാൻ. നമസ്കാരം വിധു, ദീപ്തി, ഹായ് ബ്രിട്ടാസ്, നമസ്കാരം. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടെ ബ്രിട്ടാസിൻ്റെ കൈ കുടുങ്ങിയല്ലേ? നന്നായി, ഇനി നന്നാവും. എനിക്ക് ബ്രിട്ടാസായി വിധു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചെക്കനാണ്. ഒരു 13/8 പാട്ട് പാടിയാണ് അവനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത്രയും ഒരു കഷ്ടമായിട്ടുള്ള ടൈം സിഗ്നേച്ചറായിട്ട് കൂടി ഈസിയായിട്ട് പഠിച്ച് പാടി. അതൊക്കെ ഒരു മിടുക്കനായിട്ടുള്ള പാട്ടുകാരൻ, എനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടുകാരനാണ്. ഇവർ രണ്ടുപേരെയും കിട്ടിയപ്പം ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ട്. അത് വിധു ജനിക്കുന്നതിന് മുമ്പ് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ചോദ്യമാണ്. ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, വിധു ഒരു റൊമാൻറ്റിക് ആളാണെന്ന് വിധുവിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ വിധു ഈ ചുറ്റിക്കളികളുടെ ഇടയിൽ എത്ര തവണ ദീപ്തി പിടിച്ചിട്ടുണ്ട് വിധു തൊണ്ടിയോടെ? സത്യം പറയാം. ഈ ശരത്തേനെ കാണിച്ചപ്പോ ഞാൻ വിചാരിച്ച ആദ്യത്തെ പാട്ടിന്റെ എന്തെങ്കിലും ഓർമ്മകളോ അതൊക്കെ. ഇങ്ങനത്തെ ഒരു ഇടുത്തി ചോദ്യം മൂപ്പരുടെ മനസ്സിലുള്ള ഓർമ്മകൾ ഇപ്പൊ എന്താന്ന് മനസ്സിലായി. അതെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ചോദ്യം സെറ്റ് ചെയ്ത് വെച്ചതാ. ആ ചോദ്യത്തിന് ഞാനാണ് ഉത്തരം കൊടുക്കുന്നത്. അല്ല, അത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഷോയിൽ ദീപ്തി എന്തൊക്കെയായാലും ഒരു ഷോയിൽ വന്നു കഴിഞ്ഞു സത്യമേ പറയാവുള്ളൂ. എന്താ കാരണം വെച്ചാല് സത്യം പറഞ്ഞില്ലെങ്കിൽ ആ നമ്പറൊക്കെ എനിക്കും അറിയാം, എത്ര വേണം പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതൊരു സൂചനയാണോ? പറയരുതേ. അപ്പൊ ആദ്യം ഓക്കെ, നമ്മളാ തിരിച്ചു വരാം. മാറിവാനീസിൽ വിധു പാസ് ഔട്ട് ആയതുകൊണ്ട് ആണ് ദീപ്തി വിധുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യം. അങ്ങനെയല്ല, പറ്റില്ലെന്നല്ലേ പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് ശരിയല്ല. പാസ് ഔട്ട് ആയതിനു ശേഷമാണ് ദീപ്തി കയറുന്നത്. അതിന് ശേഷമാണ് നമ്മളിപ്പോ കേട്ട പകൽക്കിനാവിൻ സോങ്. പിന്നെ ആ സോങ്ങില് പിന്നെ ദീപ്തി വേണമെന്നുള്ളൊരു സജഷൻ ആരുടെ ആയിരുന്നു? വിധുവിന്റെ ആയിരുന്നു? ഇല്ല, അത് എവിടെയോ ഒന്ന് ദീപ്തി. ഇല്ല സാർ, ആദ്യം പരിചയപ്പെടുന്നത് വേറെ ലൈൻ ബസ്സിൽ ഞാൻ കണ്ടക്ടർ ആയിരിക്കും. യാത്ര മറ്റു വല്ല റൂട്ടിലായിരുന്നു, വേറെ റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ആക്ച്വലി കുഞ്ഞുണ്ണിയാണ് പറഞ്ഞത് ഇങ്ങനെ. അപ്പൊ എനിക്കൊന്ന് മനുവും കുഞ്ഞുണ്ണിയും ആ സമയത്ത് കോളേജിൽ, കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് എസ് കുമാർ സാറിന്റെ മകൻ, മനു എന്ന് പറയുന്നത് രമേശ് നായർ. ഇവർ രണ്ടുപേരും എന്റെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചത്. അപ്പൊ ഞാൻ കമ്പനിയാണ്, സെയിം കോളേജ് ആയതുകൊണ്ട് ഞാൻ ഇവരുമായിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ വിധുചേട്ടനെ എനിക്ക് ജസ്റ്റ് അറിയാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അടുപ്പോ അല്ലെങ്കിൽ ഗായകനെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഗായകൻ ഉണ്ടെന്ന് അറിയാം, കാരണം ഞാൻ കേൾക്കുന്നതിന് മുമ്പേ വിധു പ്രതാപ് എന്ന് പറയുന്ന ഒരു ഗായകൻ ഉണ്ട് എന്നുള്ളത് അറിയാം. മാറിവാനീസിലോ അദ്ദേഹം തിളങ്ങി നിൽക്കുകയായിരുന്നു. മാറിവാനീസിൽ നിന്ന് സാറേ ഇങ്ങോട്ടാ പോകുന്നത്. മാറിവാനീസിൽ വേറെ രീതിയിൽ തിളങ്ങിയെങ്കിലും അല്ല, എനിക്ക് വിധു പ്രതാപ് ഒരു സിംഗർ എന്ന് പറഞ്ഞ വിധു പ്രതാപ് മാറിവാനീസ് കോളേജിലാണ് പഠിച്ചത്. അതെനിക്ക് അറിയാന്ന് വെച്ചാൽ ഞാൻ അഡ്മിഷന് മാറിവാനീസ് കോളേജിൽ പോകുന്ന സമയത്ത് പ്രിൻസിപ്പൽ അച്ഛൻ ഇതുപോലെ, അപ്പൊ സർ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാല് കലാകാരന്മാരെ ഭയങ്കരമായിട്ടും പ്രൊമോട്ട് ചെയ്യും. അപ്പൊ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് കോളേജിന്റെ ഇവന്റ്സിനൊക്കെ പോകണം, കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്മിഷന് ചെല്ലുന്ന സമയം എനിക്ക് അന്ന് പരിചയം പോലും ഇല്ല, ഇങ്ങനെ ഒരാളുണ്ട് എന്നേ അറിയുള്ളൂ. എന്നിട്ട് പറഞ്ഞു, അതെ എല്ലാ കോമ്പറ്റീഷനും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോണം,
ഞാൻ അതുകൊണ്ടാണ് അത് മെയിനായിട്ട് കണ്ടുകൊണ്ടാണ് ദീപ്തിയോട് എടുക്കുന്നത്. അല്ലാതെ വിധു പ്രതാപ് എന്ന് പറഞ്ഞൊരു സിംഗർ ഉണ്ടായിരുന്നു, അറിയോ? കേട്ടിട്ടുണ്ട്. അതുപോലെ അവരിന്ന് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത്. അപ്പൊ എനിക്ക് വിധു പ്രതാപിനെ അങ്ങനെയൊക്കെ അറിയായിരുന്നു, അല്ലാണ്ട് എനിക്ക് പരിചയം അങ്ങനെയൊന്നുമില്ല. അതോടുകൂടി എനിക്ക് മനസ്സിലായി അച്ഛൻ എന്നെ അത്രയും സ്നേഹിച്ചിരുന്നു. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിലും വെച്ച് അച്ഛനെ കണ്ടപ്പോൾ ആ സ്നേഹത്തോടുകൂടി തന്നെ ഞാൻ. അപ്പം ഈ പറഞ്ഞ ഈ ആൽബത്തിലേക്കാണ് ആൽബത്തിൽ വെച്ചാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുന്നത്? ആൽബത്തിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അപ്പോ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഞാനും കുഞ്ഞുണ്ണിയും മനു രമേഷുമാണ്. വളരെ ഹൈ ബഡ്ജറ്റ് ആയിരുന്നു, 10,000 രൂപയായിരുന്നു അന്നത്തെ ബഡ്ജറ്റ്. അപ്പോ അതിലെ ഏക സ്റ്റാർ എന്ന് പറയുന്നത് ഈ ദീപ്തി പ്രസാദാണ്. അപ്പോ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു, വണ്ടിയിൽ വന്നിറങ്ങുന്നു, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. എവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ബോയ് പോലും ഇല്ലാത്ത, അത് മാത്രം ചെയ്തില്ല. കാരണം എനിക്ക് വേറെ പണി ഉണ്ടായിരുന്നു, ഞാൻ ലൈറ്റ് ചുമക്കുന്ന പണി എന്റെ. അതിനകത്തുള്ള ഷോട്ടിലെല്ലാം വിധു കുറച്ച് അത്രയും നേരം ലൈറ്റ് ബോയ് ആയിട്ട് നിന്നിട്ട് ഇനി ഞാനാണ് ഒരു സെക്കൻഡ് എടുത്തോ ഇതായിരുന്നു അവസ്ഥ. ശരിക്കും സാർ, നമ്മൾ ലൈറ്റ് ബോയ് ആയിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുണ്ണിക്കുള്ള അസിസ്റ്റൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് അത് ചേട്ടാ അവിടെ പോയിരുന്നു കേട്ടോ, അവിടെ പോയിരുന്നു അവൻ പറയും. അപ്പൊ ലൈറ്റ് പിടിച്ചു വെച്ചതിന് ശേഷം ഓടിപ്പോയി അപ്പുറത്തിരിക്കുന്നു, വീണ്ടും അഭിനയിക്കുന്നു, വീണ്ടും വന്ന് ലൈറ്റ് പിടിക്കുന്നു. അങ്ങനെ ഞാൻ വളരെ ബിസി ആയിരുന്നു, അതുകൊണ്ട് കുട പിടിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. അങ്ങനെയാണ് ദീപ്തി മാത്രമേ അതിനകത്തൊരു താരമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതെല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു തിരുനെൽവേലിയിൽ ഒരു മനയിൽ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത്. ആ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ദീപ്തിക്ക് ഇങ്ങനെ കൊടുത്തു, ഐസ്ക്രീം വാങ്ങിക്കാനുള്ള ഒരു പൈസ മാത്രമേ ഉള്ളൂ, ഒന്നും തോന്നരുത് എന്നുള്ള. പക്ഷെ ദീപ്തി അത് വളരെ നല്ല രീതി, ഈ പറഞ്ഞ പോലെ ഒരു ഫ്രണ്ട് സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ ഒരു പൈസ മേടിക്കുകയും പിന്നീട് വിധുവിനെ ആക്രമിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ അഴിച്ചുവിടുകയും ചെയ്യുന്നത് ശരിയാണോ? കുറെ നായകൾ പുറകെ. അതിന് കാരണം കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ അവനാണ്. ഞാൻ ദീപ്തിയുടെയും ദീപ്തിയുടെ അമ്മയുടെയും കൂടെ ഉള്ള അവര് കയറിയ വണ്ടിയിലാണ് ഞാൻ വന്നത്. അപ്പൊ പറഞ്ഞു പോകുന്ന വഴിക്ക് പൂജപ്പുര ഇറക്കി വിടാന്ന് പറഞ്ഞു. അപ്പൊ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 12 മണിയോളമായി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്നെ ഇറക്കി വിട്ടതിന് പോയതിനു ശേഷം ഈ കുഞ്ഞുണ്ണിയും മനുവും എത്തുന്നില്ല. ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു 19 പട്ടികളും ഞാനും മാത്രം. ഞാൻ വിചാരിച്ചു കാടി ചുരുട്ടും എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് ബാക്കില് പെട്ടെന്ന് തന്നെ കുഞ്ഞുണ്ണി വന്ന് എന്നെ രക്ഷപ്പെടുത്തി. JB ജംഗ്ഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ജോൺ ബ്രിട്ടാസ് സാറിനും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ അതിഥികളായിട്ട് വന്നിരിക്കുന്നത് വിധുവും ദീപ്തിയും ആണെന്ന് എനിക്കറിയാം. ശ്രുതിയും താളവും ഒത്തുചേർന്നിരിക്കുന്ന ഒരു വേളയാണിത്. വിധു വളരെ ചെറിയ കുട്ടിയായിട്ട് പാടിത്തുടങ്ങിയ സമയത്ത് ഞാൻ വിധുവിനെ ശ്രദ്ധിച്ചതാണ്. കാരണം വളരെ സൂതിങ് ആയിട്ടുള്ള വോയിസും നല്ല മെലഡിയൊക്കെ പാടിയാൽ കേൾക്കാൻ വളരെ സുഖമുള്ളൊരു ശബ്ദവും, അതുപോലെ തന്നെ എന്ത് സംഗതിയും വളരെ കൃത്യമായിട്ട് പാടാൻ കഴിവുള്ള ഒരു ഗാത്രം കൂടെയാണ് വിധുവിൻ്റെ. ഇച്ചിരി കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും നല്ലൊരു കുട്ടിയാണ്, വളരെ നല്ലൊരു പയ്യനാണ്, എപ്പോഴും എനർജറ്റിക്കായിട്ട് നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. ദീപ്തിയും അതുപോലെ തന്നെ വളരെ നല്ലൊരു ഡാൻസർ എന്ന് മാത്രമല്ല നല്ല നേച്ചറുള്ളൊരു കുട്ടിയും കൂടെയാണ്. ഞാൻ എപ്പോഴും ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നെന്നും കുടുംബം സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കണം എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ വീണ്ടും ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ചെറിയൊരു കുറുമ്പ് ചോദ്യമാണ്. കുറുമ്പനായിട്ടുള്ള വിധുവിനോട് ഒരു കുറുമ്പ് ചോദ്യം. എന്താ വെച്ചാൽ, ദീപ്തി വിധുവിൻ്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടാണ് കല്യാണം ആലോചിച്ചതെന്ന് എനിക്കറിയാം. അതേസമയം വിധു എങ്ങനെയായിരുന്നു? വിധു ഡാൻസിന്റെ ആരാധകനാണോ, ദീപ്തിയുടെ സൗന്ദര്യം കണ്ടിട്ടാണോ, എങ്ങനെയാണ് വിധു ദീപ്തിയായിട്ട് അട്രാക്റ്റഡ് ആയതെന്ന് വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് അവസരങ്ങൾ വിധുവിനും ഉണ്ടാകട്ടെ, ദീപ്തിക്കും അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ, ജീവിതത്തിലും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിത്ര ചേച്ചിന്റെ വല്ലോ കഴിഞ്ഞ ദിവസം പോയി കണ്ടിരുന്നാ? ഇല്ല, ചേച്ചിയെ പോയി കണ്ടില്ല. എപ്പോഴും നമ്മള് വളരെ അടുപ്പമുള്ള ഗംഭീരമായ ചില പ്രയോഗങ്ങൾ അതെന്താണ് ചേച്ചിയുടെ ചോദിക്കണം. ചേച്ചി കുറുമ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇല്ല, ചേച്ചി കുറുമ്പൻ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നും കൊണ്ടല്ല സാർ. നമുക്കിങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. പിന്നെ അത് മാത്രമല്ല, ചേച്ചി ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ചിയെ കളിയാക്കാനുള്ള. അപ്പൊ ചില സ്റ്റേജസ്, ചില വേദികളിലാണെങ്കിൽ പോലും ചേച്ചിയെ കളിയാക്കിയൊക്കെ ഞാനിങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ, ഞാൻ ദൈവത്തിന് തുല്യം അല്ലെ ദൈവത്തോടൊപ്പം തന്നെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ചിത്ര ചേച്ചി. അത് ഞാൻ വേദികളിൽ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞ ഷീസ് എ ലിവിങ് ഗോഡസ്. മനസ്സുകൊണ്ടാവട്ടെ പാട്ടുകൊണ്ടാവട്ടെ ശരിക്കും നമുക്ക് അങ്ങനെ കാണാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം തരുമ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള രീതിയിലൊക്കെ ഉപയോഗിക്കണം, ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കണം. നമ്മൾ പറഞ്ഞു വന്നത്, അതായത് വിധുവിന്റെ പാട്ടിലല്ലേ ദീപ്തി വീണുപോയത്? വിധുവിന്റെ പാട്ടില് വീണുപോയി. അങ്ങനെ പാട്ടില് വീഴണമെങ്കിൽ
അത് ശരിയാവില്ലല്ലോ, നമ്മൾ ആളെ മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ യേശുദാസ് ഇല്ലേ എന്നാണ് അയ്യോ, പാട്ടിൽ വീണ അങ്ങനെ പാട്ടില് വീണ ഒരു ഇതല്ലായിരുന്നു. അല്ല, പാട്ടിൽ അങ്ങനത്തെ ഒരു ഇതായിരുന്നില്ല. അതായത് ആക്ച്വലി ഈ കല്യാണം നടക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു കോമൺ ഒരു റിലേറ്റീവിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ ആരൊക്കെയോ വന്നിട്ട് ഇതിങ്ങനെ ചേർന്ന് വന്നു. പക്ഷെ എന്നാൽ അതിന് മുമ്പ് തന്നെ പിന്നെ പരിചയമുണ്ട്, ചെറിയ ലൈനൊക്കെ മറ്റേ വിധു വലിച്ചു തുടങ്ങി എന്നാണ് ഒരാൾ പറഞ്ഞിട്ട് അടുത്ത്. അതൊക്കെ അവൻ ഓൾറെഡി തന്നെ അതിനുള്ള സ്കീമിങ് തുടങ്ങിയിരുന്നു. ഇറങ്ങിയിട്ട് അയാളുടെ നമ്പർ ഉണ്ട്. അല്ല, അപ്പൊ ഇത് കഴിഞ്ഞ് അപ്പൊ അറിയായിരുന്നു. അപ്പൊ ഞാൻ ഈ പ്രപ്പോസൽ വന്നപ്പോ ഞാൻ ദീപ്തിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, കാരണം ഇപ്പൊ വീട്ടുകാരുടെ അടുത്ത് പറയുന്നതിന് മുമ്പേ താങ്കൾക്ക് എന്നെ ഇഷ്ടമാണോ, അല്ലെങ്കിൽ താങ്കൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മതിയല്ലോ വീട്ടുകാരുടെ അവതരിപ്പിച്ച വിഷയം. അല്ല, ഞാൻ ചോദിച്ചു ഇങ്ങനെ, ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ചു. നല്ല പരിചയമുള്ളതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ സഭാഗം പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ താല്പര്യമുണ്ടോ, അപ്പൊ എന്റെ ഹിസ്റ്ററി ഒക്കെ അതൊക്കെ നോക്കിയതിന് ശേഷമൊക്കെ കണ്ടിട്ടൊക്കെ തീരുമാനിച്ചു. മുഴുവൻ പഠിച്ചാലും താല്പര്യം ഉണ്ടെന്ന് പറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞോ? അതൊക്കെ ദീപ്തിയുടെ തലയിലെടുത്ത് പോലെ. അയ്യോ, അതല്ല സാർ. പക്ഷെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, കോളേജ് ഞാൻ പറഞ്ഞല്ലോ സെയിം കോളേജ് ആയിരുന്നു. അപ്പം അവിടെയുള്ള പല ചേച്ചിമാരും ഇദ്ദേഹത്തിന്റെ വിക്ടിംസ് ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോഴും ഇൻ ടച്ച് ആണ് പലരുമായിട്ട്. ഞാനല്ല, വലിയൊരു കോഴിയായിട്ട് കണക്കാക്കരുത്. ഞാനല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അല്ല സാർ, അത് ആ ഒരു ഇപ്പൊ ശരത്തേട്ടൻ ചോദിച്ചൊരു കാര്യമുണ്ട്, എത്ര വിധുവിന്റെ എത്ര ചുറ്റിക്കളികൾ പിടിച്ചു എന്നുള്ളത്. ഒരു 10-200 പിടിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, അങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനത്തെ കുറെ മെസ്സേജസ് വരാറുണ്ട്, ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ ആരാധനമുഖത്തുള്ളവർ അയക്കാറുണ്ട്. ഇത് തന്നെ ഇതൊക്കെ അടുത്തത് വന്നല്ലോ എന്ന് പറയും. ഇത് തന്നെ എനിക്ക് കൊണ്ടൊന്ന് കാണിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പൺ ബുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെസ്സേജസും അതൊരു തന്ത്രശാലിയുടെ ലക്ഷണമാട്ടോ, ശ്രദ്ധിച്ചോണം. ആണോ ആണോ സാർ? സാർ ഇത് പറയുമ്പോ ഞാനത് പറയാൻ കാരണം മിഥുൻ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. സാർ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരു പാരയായിട്ട് ഇല്ല സാർ, ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും ഒരു മനസ്സിൽ എനിക്ക് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് എപ്പോഴും തോന്നിയത്, നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഒരു പ്രോഗ്രാമിൽ വെച്ച് ഇങ്ങനെ പറയുണ്ടായി. പുള്ളിയുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ പ്രണയമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത്, ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, എനിക്ക് പ്രണയം തോന്നാറുണ്ട്, തീർച്ചയായിട്ടും സർവ്വസഹജമാണ്, മനുഷ്യനാണെങ്കിൽ പ്രണയം ഏത് സമയത്തും തോന്നിയേക്കാം. പക്ഷേ നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി ജീവിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു കുടുംബമുണ്ട്, മക്കളുണ്ട് എന്നുള്ള കാര്യം സൊസൈറ്റിയിലുള്ള ആൾക്കാർ മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം പുള്ളി പറഞ്ഞു. അതെനിക്ക് എപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മനസ്സിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ചെറുതായിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം, അതായത് ഓക്കെ എവറിത്തിങ് ഇസ് ഫൈൻ എന്നുള്ള രീതിയിൽ എനിക്ക് ക്ലിയർ ആയിട്ട്. ദീപ്തിയുടെ തന്ത്രം എന്ന് വെച്ചാല്, വിധുവിന് മെസ്സേജ് അയക്കുന്നവരൊക്കെ ദീപ്തി ചെയ്യുന്നറിയോ, അവരൊക്കെ ഫ്രണ്ട്സ് ആക്കി ഞാൻ മാറ്റും. അതൊരു പുതിയൊരു തന്ത്രമാണ്. 10,000 ഫ്രണ്ട്സ് ഉണ്ട്. തിരിച്ചാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഇദ്ദേഹത്തിനെ മുട്ടാനായിട്ട് പതുക്കെ എന്നെ അങ്ങ് ഫ്രണ്ട് ആക്കി വെക്കാൻ നോക്കും. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. പിന്നല്ല വേറൊരു കാര്യമുണ്ട് സാർ, ഈ എന്താണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ പ്രേമം തോന്നുക, അല്ലെങ്കിൽ ഒളിച്ച് മെസ്സേജ് അയക്കുക, വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഉള്ള കാര്യം പറയാൻ മക്കളെ, ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ്. നമ്മള് വളരെയധികം അതെ, ഇതൊന്നും ഇല്ലാതെ സുഖമായി ജീവിക്കുന്നത്. ഞാൻ വിധുവിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്നറിയോ, ഈ പാട്ടിന്റെയും ഗാനങ്ങളുടെ ഇടയ്ക്കൊക്കെ ഈ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എനിക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് വളരെ അധികം ഇഷ്ടമുള്ള ഒരാളാണ്. ഡാൻസ് ഞാൻ ചെയ്യില്ല, പക്ഷെ അഭിനയം, ഈ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു പ്ലേ നടക്കാൻ നേരത്ത് ഇവരുടെ അഭിനയ പീസസ്, അതൊക്കെ എനിക്ക് ഭയങ്കര ആശ്ചര്യത്തോടുകൂടി ഞാൻ നോക്കി കാണാറുമുണ്ട്. എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയുമാണ്. ഡാൻസ് എപ്പോഴും എൻ്റെ ഒരു ക്ലാസിക്കൽ ഡാൻസ് എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പം ഞാൻ പറയില്ല, നേരത്തെ ഞാൻ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ പ്രപ്പോസലായിട്ട് മുമ്പോട്ട് പോയി. വെറുതെ അല്ല വിധുവിന്റെ ആദ്യകാല കാമുകിമാര് പലതും നല്ല നർത്തകിമാരായിരുന്നത്. മകത്തൊന്ന് ചെറിയൊരു കോടല്. ഇല്ല സാർ, അങ്ങനെ ഡാൻസേഴ്സ് മാത്രമല്ല, ഞാൻ ആ കാര്യത്തിൽ വളരെ എല്ലാ മേഖലയിലുള്ള ഡാൻസേഴ്സിനോട് പ്രത്യേകിച്ച് ഒരു പ്രതിപത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശേഖരിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. നല്ല
ക്ലാസിക്കൽ ഇവിടുത്തെ വിവരശേഖരണ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ പറ്റും. ബിദുവിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഒരുപാട് ആൾക്കാർ കൊണ്ട ലോഡ് കിടക്കെ ഇട്ടിരിക്കുക, ട്രക്ക് കണ്ട് കമത്തിരിക്കുക ഇവിടെ. വീണ്ടും പറയാണ് സാർ, ഇതെല്ലാം ഒരു ടെൻഷൻ പിടിച്ച ജോലിയാണ്, അതുകൊണ്ടായിരുന്നു നിൽക്കുക. അനുഭവസ്ഥം ഉപദേശിക്കുന്നു. അനുഭവസ്ഥം പറയുമ്പോൾ ഞാൻ കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ പാറി പറഞ്ഞു. ഏത് പാട്ടാണ് പിന്നെ ദീപ്തിക്ക് വേണ്ടി വിധു ആദ്യം പാടിക്കൊടുത്തത്? ആക്ച്വലി സ്പീക്കിംഗ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് മുമ്പ് വരെ എന്റെ അടുത്ത് ഒരു പാട്ട് പാടാൻ ദീപ്തി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. അത്ര ഇഷ്ടമായിരിക്കും ഞാൻ പാടാൻ പറയാനായിട്ട്. പാട്ട് നിർത്തില്ല, സാറിന് കേൾക്കാലോ, എപ്പോഴും ചിലപ്പോ അതുകൊണ്ടായിരിക്കും. പിന്നെ ചെവി കൊത്താറില്ല എന്ന് മാത്രം. അല്ല, എനിക്ക് പാടി തന്നത് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പകൽക്കിനാവിന്റെ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഹൈ ബഡ്ജറ്റ് ആയതുകൊണ്ട് ജനറേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കറണ്ട് പോയപ്പോഴത്തേക്കും സൗണ്ട് അപ്പം പറഞ്ഞാ എന്നാ പിന്നെ ലൈവ് പാടിക്കുമെന്ന് പറയും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി പാടി തരികയായിരുന്നു അന്ന്. എനിക്ക് അതിൽ കണ്ട ചില ഷോർട്സ് ഒക്കെ വിധു ലിറ്ററലി പാടി തരിക. പറയില്ലേ സാർ, ഈ ഓരോ പ്രോജക്റ്റിലും നമ്മളുടെ രക്തവും വിയർപ്പും ഉണ്ടെന്നുള്ളത്. ആ സമയത്ത് ഈ പകൽക്കിനാവിൽ എന്റെ രക്തവും വിയർപ്പും ഉണ്ടായിരുന്നു. ഞാൻ ലൈറ്റും പിടിക്കണം, പാട്ടും പാടണം, പോയി അഭിനയിക്കുകയും ചെയ്യണം. അങ്ങനെ എന്റെ രക്തവും വിയർപ്പും കൊടുത്ത രക്തവും വിയർപ്പും ഒന്ന് നമുക്ക് ഓർമ്മിച്ചാലോ? പകൽക്കിനാവിൽ ഞാൻ കാണും സ്നേഹമോ നീ, ഈ മോഹവീണയിൽ ഞാൻ മീട്ടും രാഗമോ നീ, അറിയാതെന്നിൽ കുളിരേകി നീ, നിറമേഴും നിന്നഴകെഴുതാനായി അരികിൽ വന്നു. പകൽക്കിനാവിൽ ഞാൻ കാണും സ്നേഹമോ നീ, എൻ മോഹവീണയിൽ ഞാൻ മീട്ടും രാഗമോ നീ, അറിയാതെന്നിൽ കുളിരേകി നീ, നിറമേഴും നിന്നഴകെഴുതാനായി അരികിൽ വന്നു. ദീപ്തി ആലോചിച്ച് പൂർണ്ണമായും അതിൽ മുഴുകിക്കൊണ്ട് തന്നെയാണ് ആ പാട്ട് പാടിയത് അല്ലേ? നീതി പുലർത്തി അതാണ് 100%. വരട്ടെ ഒരാള്. വിധു ആൻഡ് ദീപ്തി എനിക്ക് വളരെ സ്പെഷ്യൽ കപ്പിളാണ്. ആൻഡ് ദീപ്തി എനിക്ക് ഹാസ് ഓൾസോ ഹെൽപ്പ് മീ മെനി ടൈംസ്. എനിക്ക് കുറേ മലയാളം പാട്ട് നെക്സ്റ്റ് ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഈ വലിയ വലിയ സ്റ്റേജുകളിലെ ഒരു പാട്ട് ഏത് ഫിലിം പാട്ട് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ദീപ്തി വുഡ് ഓൾവേസ് ഹെൽപ്പ് മീ. ചേച്ചി ദിസ് സോങ് ഇസ് ഗുഡ്, യു ക്യാൻ ഡാൻസ്. And Deepthi is really, I think I can say, sister poleയാണ് എനിക്ക്. So Deepthi and Vidhu kalyana കഴിക്കുമ്പോൾ I was very possessive of Deepthi, though Vidhu was very close to me. I told Vidhu, please take care of this beautiful girl. പക്ഷേ രണ്ട് പേര് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് you have gone ahead in your life, both of you. ഉങ്ങളെ ഫീൽഡ്സിൽ you are growing. വളരെ ഹാർട്ടിങ് ആണ്. ലക്ഷ്മി ചേച്ചീനെ എനിക്ക് കൈരളി ഗൾഫ് പെജൻട്രി തൊട്ട് അറിയാം. പണ്ട് 2003 ആണെന്ന് തോന്നുന്നു. അന്ന് തൊട്ടേ ഉള്ള പരിചയമാണ്. അപ്പം ചേച്ചി എന്താ പറയാ, എനിക്കെപ്പോഴും തോന്നാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലീഡിങ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അങ്ങനത്തെ ഒരു അതിനുപരി വളരെ നല്ലൊരു നർത്തകിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള വളരെ ഡിസിപ്ലിൻഡ് ആണ് ചേച്ചി. ആൻഡ് അങ്ങനത്തെ ജാടയോ അങ്ങനത്തെ ഒരു ഗിമ്മിക്സോ ഒന്നും കാണിക്കാതെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങൾ അന്ന് തൊട്ട് ഈവൻ ഇപ്പോൾ കൂടെ നമ്മൾ വളരെയധികം ഒരുപാട് ഡാൻസ് പ്രൊഡക്ഷൻസിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സൂര്യ സാറിൻ്റെത്, ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ, അങ്ങനെ ഒരുപാട് പ്രൊഡക്ഷൻസിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ വളരെ ഞാൻ ലജ്ജു വിളിച്ച് ചോദിക്കോ വിധു എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വിധുവിന്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ചൊക്കെ പ്രോഗ്രാംസ് വരുമ്പോൾ. സുഖമല്ലേ? പക്ഷെ ഒരു കാര്യം, എനിക്ക് എപ്പോഴും ലക്ഷ്മി ചേച്ചിയെ പറ്റി വരുമ്പോ പുറത്തുനിന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, മലയാളിയല്ല, എന്നിട്ട് പോലും ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്നാലോ അല്ലെങ്കിൽ വേണ്ട ഓഫ് സ്ക്രീൻ ആണെങ്കിലും ശരി മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അതെപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലക്ഷ്മിയുടെ അടുത്ത് നമ്മൾ പറയാറുള്ളത് എപ്പോഴും നമ്മളെ ഇപ്പൊ അങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ പോലും വളരെ ഇങ്ങോട്ട് തിരിച്ച് മലയാളത്തിൽ സംസാരിക്കാൻ വളരെയധികം അവരുടെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുക്കുന്ന ഒരു മലയാളി കുറെ ആദരവും ബഹുമാനവും സ്നേഹവും കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. വരട്ടെ. ദീപ്തി ആസ് എ വൈഫ് എനിക്ക് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. ഇങ്ങനെ ചില സമയത്ത് എനിക്ക് തോന്നും ദീപ്തി വിധുവിനെ നോക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നും, വിധുവിന്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തോന്നും
ഞാനും ശ്രീകാന്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. കാരണം അത്രയും എന്താ പറയാ, അത്രയും ഡോട്ടിങ് ആയിട്ടുള്ള ഒരു ഭാര്യയാണ് ദീപ്തി. ആൻഡ് ഐ തിങ്ക് വിധു ഇസ് വെരി ലക്കി ആ കാര്യത്തില്. വിധുവിന്റെ എല്ലാ കാര്യങ്ങളും വളരെ അച്ചട്ടായിട്ട് നോക്കി നടത്തുന്ന ഒരാളാണ് ദീപ്തി. ആൻഡ് ഐ റിയലി ലവ് ഹർ ഫോർ ദാറ്റ്. വിധു നമുക്കല്ലേ അറിയാവുള്ളൂ എന്താ കാര്യത്തിൽ. ആ കാര്യത്തില് ഈ പറഞ്ഞ ഇവിടെ സത്യമേ പറയാറുള്ളൂ, അനുഗ്രഹീതനാണ്. കാരണം കല്യാണത്തിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അച്ഛനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ ഫാദറാണ്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ആ കാര്യത്തിൽ ഞാൻ ഐ എം റിയലി ബ്ലെസ്ഡ്. കാരണം എൻ്റെ ഒരു കാര്യം പോലും എനിക്ക് വേറെ നോക്കേണ്ടി വരും. ഇപ്പോൾ ഒരു സ്ഥലത്തോട്ട് കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ പെട്ടി പാക്ക് ചെയ്ത് വെക്കാനും എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും, പ്രോഗ്രാമിൻ്റെ ഡ്രസ്സ്, മറ്റത് മറിച്ചത്, എല്ലാ കാര്യങ്ങളും നോക്കാൻ നല്ലൊരു എന്താണ് ഹൗസ് വൈഫ്, കുടുംബിനിയാണ്, നല്ലൊരു സഹധർമ്മിണിയാണ്. ആ കാര്യത്തില് എനിക്ക് നല്ലൊരു സെക്യൂരിറ്റി ഓഫീസറാണ്. അതെ അതെ. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ കംപ്ലീറ്റ് പാക്കേജാണ്. കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഒരു കുഞ്ഞു കളിച്ചിങ്ങനെ പാറിപ്പറന്ന് നടക്കാണ്. വരട്ടെ, ഒരാളെ കൂടെ വരട്ടെ. ദീപ്തി, ഇത് ദീപ്തിയോടാണ് ചോദ്യം. വിധു നേരെ ചൊവ്വേ അടങ്ങി നിന്ന് പാടിക്കൊണ്ടിരുന്ന ഒരു ചെക്കനാണ്. ഈയിടെയായിട്ട് നമ്മൾ നോക്കിയാൽ വിധു ഫുൾ ടൈം ഡാൻസാണ് സ്റ്റേജിൽ. ദീപ്തി ഒരു നല്ല ക്ലാസിക്കൽ ഡാൻസറാണ്. ദീപ്തിക്ക് ഇത് കാണുമ്പോൾ ചിരി വരാനുണ്ടോ വിധു കാണിക്കുന്ന ഈ ഡാൻസ് കാണുമ്പോൾ? ഇപ്പോൾ വിധു സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ വരെ പാട്ടിന് പ്രാധാന്യമുള്ളതല്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആ കഴിവ് തെളിയിക്കാനുള്ള ശ്രമമാണ്. ഇപ്പം തന്നെ ഡൽഹി വന്നപ്പോൾ എന്ത് ചാട്ടാണ് ചാടുന്നത്. ഇപ്പോൾ വിധുവിൻ്റെ ഈ ഡാൻസ് പ്രകടനം കണ്ടിട്ട് ദീപ്തിക്ക് ചിരി വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ദീപ്തിയുടെ ക്ലാസിക്കൽ പ്രകടനം കണ്ടിട്ട് വിധു വീട് വിട്ടിറങ്ങിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ടോ? ഈ ഡാൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടോ? സത്യം പറഞ്ഞോളൂ. അതെ, എൻ്റെ അടുത്ത് ദീപ്തി ഇതേപോലെ ചോദിക്കാറുണ്ട്, സ്റ്റെപ്സ് ഒക്കെ ചെയ്യുമ്പോ വെച്ചാൽ ഇയാള് അങ്ങനത്തെ ഞാൻ പറയും, ഞാനൊരു പാട്ടുകാരനാണ്. ഞാൻ എൻ്റെ ജീവിതമാർഗം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡാൻസ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് പാട്ട് പാടിയാൽ മതി. പിന്നെ എന്താ സാർ ഇപ്പോഴത്തെ കാലത്ത് സ്റ്റേജിൽ നിന്ന് സമ്മർ സോൾട്ട് അടിച്ചാൽ പോലും മറ്റേ റബ്ബർ പന്ത് പോലെ പൊങ്ങിക്കൊണ്ടിരിക്കുക. അതെ, അതാ ഞാൻ പറഞ്ഞത്. കമ്മിറ്റി നിപ്പിന് സമ്മർ സോൾട്ട് അടിച്ചാൽ പോലും കമ്മിറ്റിക്കാർ ഹാപ്പി അല്ല. അതുകൊണ്ട് നമ്മൾ ഡാൻസ് ചോടൊക്കെ ഒന്ന് മറ്റേ എന്നാല് ബിദുവിനൊന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊടുത്താല് കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ല. ഞാൻ ഒന്നത്തെ കാര്യം, ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് സ്റ്റേജിൽ ഇടപ്പാങ്കുത്ത് പാട്ട് പാടി കഴിഞ്ഞിട്ട് അത് ശരിയാവില്ല. പക്ഷേ എന്നാലും ഞാൻ ചില ഇതൊക്കെ വിധുചേട്ടൻ ഇങ്ങനെ ചില മൂവ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത്, വിധുചേട്ടാ അതൊന്ന് കറക്റ്റ് ചെയ്യാമോ, അല്ലെങ്കിൽ അത്രയും വേണോ, അതിന്റെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ ഞാൻ പറയും അല്ല, പിന്നെ ഞാൻ പറയാറുണ്ട് അതല്ല. പക്ഷേ മോഹൻലാലൊക്കെ എടുക്കുന്ന സ്റ്റെപ്പ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ലാലേട്ടന്റെ പാട്ടുകൾ പാടുമ്പോൾ തീർച്ചയായിട്ടും സ്വാധീനം വല്ലാതെ ഉണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കറക്കമൊക്കെ കറങ്ങി മാക്സിമം ഒരു 2.5-2.5 മണിക്കൂർ ശരിക്കും പറഞ്ഞ സാർ ഒരു സിനിമ കണ്ട് ഇറങ്ങുന്ന അതേ ഒരു പ്രഷർ തന്നെയാണ് നമുക്ക് ഓരോ പാട്ടുകാർക്കും. ഒരു പരിപാടി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടത്തിനുള്ള അവരുടെ റിക്വസ്റ്റുകൾ നമ്മൾ എന്താണ് നോക്കേണ്ടതുണ്ട്. അവരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പാടണം. അവരെ മാക്സിമം 2.5 hours മാക്സിമം എന്റർടൈൻഡ് ആക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഷോമാൻ ആയേ പറ്റുള്ളൂ. അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളോട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ലാലേട്ടനാവുക, മമ്മൂക്കയാവുക, പൃഥ്വിരാജ് ആവുക, ഇങ്ങനത്തെ എല്ലാ വേഷപ്പകർച്ചകളിലൂടെ കടന്നു പോകണം. ശരത്ത് 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ശരത്തിനോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ട് ശരത്തിന് വേണ്ടിയിട്ട്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു പാട്ട് പാടാം. ദേവദാസി എന്ന് പറഞ്ഞ സിനിമയിലാണ് 1999 പൊൻവസന്ത്. അതെ, നല്ലൊരു പാട്ടാണ്. പൊൻവസന്തമാഗമം എൻ കിനാവിൻ വല്ലിയിൽ പൊൻപരാഗ സംഗമം എൻ ഹൃദന്തവാടിയിൽ നെഞ്ചിൻ തകതിനി താളം കണ്ണിലായിരം വർണ്ണം എൻ്റെ ഉള്ളിലെ രാഗം കേട്ടുണർന്നവളാരോ പെൺമാനോ കനകമാനോ ചൊല്ലു ചൊല്ലു ഇന്നു പൊൻവസന്തമാഗമം എൻ കിനാവിൻ വല്ലിയിൽ പൊൻപരാഗ സംഗമം എൻ നിങ്ങൾ
നിങ്ങൾ രണ്ടുപേരും, അതായത് വിധുചേട്ടനാണെങ്കിലും പാട്ടിലും ദീപ്തി ആണെങ്കിലും ഡാൻസിലും രണ്ടുപേരും നല്ലൊരു ഹൈറ്റ്സിൽ എത്തിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രൊഫഷനെ പറ്റി നമ്മൾ അഭിപ്രായമൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ വൈഫ് എന്താണ് ചെയ്യുന്നത് അവരുടെ പ്രൊഫഷനെ പറ്റിയും ഭർത്താവൊന്നും പറയാറില്ല. പക്ഷെ എന്നാലും നിങ്ങളൊരു സംഗീതം അല്ലെങ്കിൽ നൃത്തം എന്നൊക്കെ പറയുന്നത് ഒരുമിച്ച് പോകുന്നൊരു ഇതാണ്. അപ്പം അങ്ങനെയുള്ള രീതിക്ക് വിധുചേട്ടൻ്റെ വിധുചേട്ടൻ പാടുന്ന പാട്ടിൽ നിനക്ക് എന്തെങ്കിലും വിധുചേട്ടൻ കുറച്ചും കൂടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ സംഗീതം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നില്ലേ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെങ്കിൽ, കുറച്ചും കൂടെ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ്സിൽ എത്തായിരുന്നു, അങ്ങനെ എന്തെങ്കിലും നിനക്ക് വിധുചേട്ടൻ്റെ പ്രൊഫഷനെ പറ്റി പറയാനുണ്ട്? അതുപോലെ തന്നെ വിധുചേട്ടനും ദീപ്തിയുടെ ഡാൻസിനെ പറ്റി, ദീപ്തി കുറച്ചും കൂടെ പ്രാക്ടീസിന് സമയം കണ്ടെത്തണം, കുറച്ചും കൂടെ ഇതിൽ ഇൻവോൾവ് ആകണം, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം വിധുചേട്ടനുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തമ്മിലൊരു അഭിപ്രായങ്ങളുണ്ടോ? ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കാനല്ല പറയുന്നത്, എന്നാൽ കുറച്ച് ശരിയാക്കി തരാം. അല്ല, പക്ഷെ നിങ്ങൾ ഒരുമിച്ച് എന്താ ചേർന്ന ശേഷം ഇപ്പോൾ ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കണം അല്ലേ? ഏറെക്കുറെ ഒരു 10 വർഷത്തിലേക്ക് ക്രൂഷ്യലാണ് 10 വർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ പോരായ്മകൾ അല്ലെങ്കിൽ വിമർശനാത്മകമായിട്ട് കാണാൻ നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ദീപ്തി ഒരു പക്ഷേ ഗായകനെന്ന മറ്റുള്ള കാര്യങ്ങൾ മാറ്റിക്കണം, മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറയണ്ട, ഗായകനെന്ന നിലയ്ക്ക് വിധുവിന് എവിടെയാണ് വിധുവിന് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് എന്ന് ദീപ്തിക്ക് തോന്നുന്നു? ഒരു പക്ഷെ നല്ലൊരു ചോദ്യം. അതെ, ഇംപ്രൂവ്മെന്റ് എന്നല്ല ഇപ്പൊ അവള് ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെയും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റ്സ്, അങ്ങനെയല്ല. എനിക്ക് വിധുചേട്ടൻ വിധുചേട്ടൻ അത് ചെയ്യാനുള്ള കാലിബർ ഉണ്ട്, കർണാട്ടിക് കച്ചേരീസ് ചെയ്യാനുള്ള കാലിബർ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ചോദിക്കുമ്പോൾ ഭക്തിഗാനസുധയൊക്കെ ചെയ്യാറുണ്ട്, എന്താ കച്ചേരി ചെയ്യാത്തതെന്ന് ചോദിക്കും. ഞാൻ വിധുചേട്ടൻ്റെ സാറുമായിട്ട് ഞാൻ കമ്പനിയാണ്, ശശികുമാർ സാർ. അപ്പം സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറയുമ്പം അയാൾ പാടട്ടെ, അയാൾ പാടും എന്ന് പറയും. പക്ഷേ വിധുചേട്ടൻ എന്തോ ഒരു ഇൻഹിബിഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ വീട്ടിൽ ഒറ്റ പോസ്റ്റ് ഒരു പക്ഷേ ഇത് ദീപ്തി പറഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയിട്ടൊരു കലഹം ഉണ്ടാകേണ്ട കാര്യമില്ല. എന്താ കാരണം അറിയോ? ദീപ്തി ചോദിക്കുന്ന ചോദ്യം വിധുവിന് വളരെ വേണ്ടപ്പെട്ട് വേറൊരാളും കൂടെ ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഞാൻ ദീപ്തിനെ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വിധു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മകനെ പോലെ അത്ര അടുപ്പാണ്. ഞങ്ങളുടെ കുടുംബമായിട്ട്, വിധുവിൻ്റെ കുടുംബവും എൻ്റെ കുടുംബമായിട്ട് അത്ര ക്ലോസ് ആണ്. വിധുവിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ വിധു വളരെ നല്ല രീതിയിൽ പാട്ട് പഠിക്കും. എന്നിട്ട് വിധുവിന് തനതായ ഒരു ശൈലിയുണ്ട്. വിധു ആരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഏറ്റവും എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ സായാഹ്നം എന്ന സിനിമയിൽ ഞാൻ ചെയ്ത ഗാനത്തിനാണ് വിധുവിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു റെക്കഗ്നിഷൻ പോലെയാണ് ഞാൻ അത് കണക്കാക്കിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു ഗുരു എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ വിധു ധാരാളം കച്ചേരികൾ പാടി കേൾക്കണം എന്നാണ്. അതിന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും വിധു നൽകട്ടെ. കണ്ടോ? അപ്പം ദീപ്തിയെ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ടൊരു കലഹം ഉണ്ടായിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ആഗ്രഹം ദീപ്തിയുടെ മാത്രം. അപ്പം ഒരു വശം വന്നിരിക്കണം, അതായത് നിങ്ങളുടെ സുഹൃത്ത് പാർവതി ചോദിച്ചതിൻ്റെ വിധുവിനെ ഒരു സമ്പൂർണ്ണ കലാകാരനായിട്ട് കാണാനാണ് ദീപ്തിക്ക് ആഗ്രഹം. കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി ഇൻ മ്യൂസിക് അല്ലേ, കുറേ കൂടി തീവ്രത. എനിക്ക് കർണാട്ടിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. ഉഴപ്പാൻ പറ്റാത്ത, അതെ, ഉഴപ്പാൻ പറ്റില്ല. അത് പെരുമ്പാവൂർ സാറിൻ്റെ അടുത്തും ശശികുമാർ സാറിൻ്റെ അടുത്തും ഇപ്പോഴും സ്റ്റിൽ പോകുന്ന ഒരാളാണ്. ധാരാളം പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും എനിക്ക് ഈ പെർഫോമൻസ് അല്ലെങ്കിൽ കച്ചേരി ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്താ അടുത്തറിയുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഞാൻ സാധാരണ ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്യാറ്. അപ്പോൾ പെരുമ്പാവൂർ സാറ് പറയുന്നത് വലിയൊരു ഇതായിട്ട് തന്നെ ഞാൻ എടുക്കുന്നു. നമുക്ക് അദ്ദേഹത്തിനോട് തീർച്ചയായിട്ടും ഒരു കടപ്പാടുണ്ട്. അത് എടുത്ത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഒ മാധവൻ സാറ് സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ഒരു ഇതാണ് സിനിമ. അതെ, ആ സമയത്ത് 9 സംസ്ഥാന അവാർഡുകളാണ് ആ സിനിമയ്ക്ക് കിട്ടിയത്. ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ എനിക്ക്, ഒ മാധവൻ സാർ ബെസ്റ്റ് ആക്ടർ, ആർട്ട് ഡയറക്ഷൻ, അങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു. 9 അവാർഡ് കിട്ടിയതാണ്. ഈ അവാർഡ് എനിക്ക് തരുന്നത് നമ്മുടെ നയനാർ സാറാണ്. അപ്പോൾ അതിൽ ഒരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അവാർഡ് മേടിച്ചാലാണ് തീർച്ചയായിട്ടും എനിക്ക് അതൊക്കെ ഇടയ്ക്ക് ഓർമ്മ വച്ചേക്കണം. അതെ.
അപ്പൊ എനിക്കത് തോന്നിയ വേറൊരു ഇതെന്ന് വെച്ചാൽ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇത് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് കംപ്ലീറ്റ് ഇട്ട സോങ് എൻ്റെ ഈ പാട്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതെനിക്ക് എപ്പോഴും ഒരു റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും പക്ഷെ അത് ഒരു കലാകാരൻ എപ്പോഴും അഭിമാനിക്കാനുള്ളൊരു ശരി. കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ, കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ, പിടയുമൊരു കടൽ മടിയിൽ താങ്ങും സൂര്യഹൃദയത്തെ, കാലമേ കൈക്കൊള്ളുക നീ കാവൽ നായകനേ.